ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ. ഗജാനനം ചന്ദ്രസമാനമണ്ഡം സുഗന്ധപാശാങ്കുശരഡ്ഗാനി ഹസ്രദാനംഗമലാസനസം വിഘ്നേശ്വരം സദാ പ്രസന്നം. നമസ്കാരം, ഞാൻ ശങ്കർദാസ് വയലാർ. സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളേവർക്കും സഹർഷം സ്വാഗതം. രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ക്രിസ്തുവർഷം 2025 മേടക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായിട്ടുള്ള ഫലത്തെക്കുറിച്ചാണ്. മേടക്കൂറിൽ പെടുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക വരുന്ന നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർക്ക് 2025 ഗുണദോഷ ഫലങ്ങളെയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. വർഷാരംഭത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണവും കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയും, തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങി തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങളൊക്കെ കിട്ടുന്നുള്ള സാധ്യതയും, വ്യവഹാരങ്ങളിൽ അകപ്പെട്ടിരുന്നവരുടെ വ്യവഹാരങ്ങളിൽ നിന്നും വിജയമൊക്കെ ലഭിക്കുന്നുള്ളൊരു സാധ്യതയും, നല്ല രീതിയിലുള്ള അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്നുള്ള സാധ്യതയുണ്ട്. എന്നാൽ 2025 മാർച്ച് മാസത്തിന് ശേഷം ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് ക്ലേശകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. 12ലേക്ക് ശനിയുടെ സ്ഥിതി, 7ര ശനിയുടെ ആരംഭം കുറിക്കുന്നത് കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യം മാർച്ച് മാസത്തിന് ശേഷം ഉണ്ടാകും എന്ന് കാണുന്നു. പതനം, അതായത് വീഴ്ച പോലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വാഹനയാത്രകളൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ വിശേഷാൽ ഒന്ന് സൂക്ഷിക്കേണ്ടതായ കാര്യമാണ്. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളിലേക്ക് പണം മുടക്കുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ധനം പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ എന്ന് കാണുന്നു. ഏതെങ്കിലും തൊഴിൽപരമായ കാര്യങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ധനം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം, അത് വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി വഴിയോ ഒക്കെ ധനം കൊടുക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. ആ ഏജൻസിയെ പറ്റിയോ വ്യക്തിയൊക്കെ പറ്റി വ്യക്തമായ അന്വേഷണത്തോടു കൂടി മാത്രമേ ഈ മാർച്ച് മാസത്തിന് ശേഷം ധനം കൊടുക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് മാർച്ച് മാസത്തിന് ശേഷം. പ്രത്യേകിച്ച് നേത്രരോഗങ്ങളുള്ളവർ, ഹൃദ്രോഗങ്ങളുള്ളവരൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞാൽ പ്രമേഹാദി വിഷയങ്ങളുള്ളവരും രക്തസമ്മർദ്ദാദി വിഷയങ്ങളുള്ളവരൊക്കെ കൂടുതലായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം കൂടെയുണ്ട്. ആശുപത്രിവാസത്തിനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് മാർച്ച് മാസത്തിന് ശേഷം എന്ന് കാണുന്നു. എങ്കിൽ തന്നെയും വ്യാഴം രണ്ടാം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മന്ദീഭാവ ക്ലേശങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അതൊക്കെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ മെയ് മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെ ഗതി 3ാം രാശിയിലേക്ക് മാറുന്നത് കൊണ്ട് കുറച്ച് ക്ലേശകരമായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ വന്നു ചേരുന്നുള്ള സാധ്യതയുണ്ട്. മനപ്രയാസവും ആദിയും പങ്കാളിയുമായിട്ട് സ്വരച്ചേർച്ചക്കുറവുമൊക്കെ ഉണ്ടാകുന്നുള്ളൊരു സാധ്യതയുള്ളൊരു വർഷമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ലോണുകളൊക്കെ എടുത്തിട്ട് അത് തിരിച്ചടക്കാനുള്ള പ്രയാസം മൂലം വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരുക. എന്തെങ്കിലും വസ്തുവകകളൊക്കെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകേണ്ടതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യും. യാത്രകളിൽ പല വിധത്തിലുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും കള്ളന്മാരിൽ നിന്നുള്ള ഭയവും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു വർഷമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സമയമായിട്ട് കാണുന്നു. ഈ മേടക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ ഗുണമാണെങ്കിലും മാർച്ച് മാസത്തിന് ശേഷം കുറച്ച് ക്ലേശങ്ങളും, മെയ് മാസത്തിന് ശേഷം ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ കൂടുതൽ പ്രയാസങ്ങളും കാണുന്നു. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിട്ട് തന്നെയാണ് 2025 കാണുന്നത്. പ്രാരംഭത്തിൽ ഗുണങ്ങൾ കിട്ടും, എന്നാൽ മധ്യത്തോടു കൂടി കുറച്ച് ക്ലേശങ്ങളുടെ കാലഘട്ടവും കൂടെ കാണുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ കഴിക്കേണ്ടതാണ്. ഉന്നത പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ട് കാണുന്നു.
എന്നാൽ 2025 മാർച്ച് മാസത്തിന് ശേഷം സിനിമ, രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ സംഘടനാ ഭാരവാഹിത്വങ്ങളിലും ഒക്കെ വരുന്നവർ, പ്രത്യേകിച്ചും സമുദായ സംഘടനാ ഭാരവാഹിത്വത്തിലൊക്കെ വരുന്നവർ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങേണ്ട ഒരു സമയമാണ് 2025 മാർച്ച് മാസത്തിന് ശേഷം. അപകീർത്തിയും സ്ഥാനനഷ്ടവും ഒക്കെ ഉണ്ടാകുന്നുള്ളൊരു സാധ്യതയും, ചെയ്യാത്ത ചില കുറ്റങ്ങളുടെ ആരോപണങ്ങളിൽ കുടുങ്ങിയിട്ട് വ്യവഹാരങ്ങളിൽ പെടുന്നതിനുള്ളൊരു സാഹചര്യവും വന്നു ചേരുന്ന ഒരു വർഷമായിട്ട് 2025 മാർച്ച് മാസത്തിന് ശേഷം കാണുന്നു. ഇതിനൊക്കെ നമ്മൾ പരിഹാരം കഴിക്കേണ്ടതാണ്. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി ജലധാര, വിഷ്ണു ക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും വിഷ്ണു സഹസ്രനാമാർച്ചന, ദേവീക്ഷേത്രത്തിൽ കഴിയാവുന്നത്ര വെള്ളിയാഴ്ചകളിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി, ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ഇവ നടത്തി ദോഷശാന്തി വരുത്തുക. കൂടാതെ മാർച്ച് മാസത്തിന് ശേഷം ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം ഒഴിയുന്നതും ജന്മപ്പിറന്നാൾ ദിവസം മൃത്യുഞ്ജയ ഹോമം കഴിക്കുന്നതും ദോഷനിവർത്തി വരുത്തും. ക്രിസ്തുവർഷം 2025 മേടക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്തത്. ജാതക ഫലങ്ങൾക്ക് അനുസൃതമായിട്ട്, ജാതകത്തിലെ ദശാകാലങ്ങൾക്ക് അനുസൃതമായിട്ട് ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.